എൻ്റെ പേര് ഷഹൽ. ഞാൻ മൂർക്കാട്ടിൽ നിന്ന് വരുന്നു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അക്കാദമിയോട് പരിചയപ്പെട്ട് ആദ്യം വീട്ടുകാരെ നിർബന്ധപ്രകാരം വന്നതാണെങ്കിലും പിന്നീട് എനിക്ക് തോന്നി ഇംഗ്ലീഷില്ല ഈ സമൂഹത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ക്ലാസ്സിലിരുന്നത്. പിന്നെ സാറ് നല്ല രീതിയിൽ എല്ലാം പഠിപ്പിച്ചു തന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് സാറ് പഠിപ്പിക്കുന്ന രീതിയാണ്. ആ രീതിയിൽ എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു. പേര് ഫിദ. ഞാൻ വരുന്നത് നെടുങ്കോട്ടൂരിൽ നിന്ന് തന്നെയാണ്. 2 മാസമായി ഞാൻ ഇവിടെ ക്ലാസ്സിന് വരാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇന്നലെ പരീക്ഷ എടുത്തപ്പോഴും നല്ല മാറ്റം തോന്നി. പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്സായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ സാറും നല്ലപോലെ മനസ്സിലാക്കി തരുന്നുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ഫാത്തിമ മിൻഹ എന്നാണ്. ഞാനിവിടെ ആദ്യം മുതലേക്കുള്ള തന്നെയാണ്. ഇവിടെ എല്ലാ കുട്ടികളും അടിപൊളി തന്നെയാണ്. സാറ് നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നല്ലപോലെ റിലാക്സൊക്കെ ആയി. പിന്നെ സാറ് ഹോംവർക്കൊന്നൊക്കെ തരലുണ്ട്. അതൊക്കെ ചെയ്ത് തരാറൊക്കെ ഉണ്ട്. താങ്ക് യു. എൻ്റെ പേര് ഹാദിയ. ഞാൻ ഈ ക്ലാസ്സിന് വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇവിടുത്തെ ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ കുട്ടികളും അടിപൊളിയാണ്. പിന്നെ സാറ് ഇവിടെ എല്ലാവർക്കും ഒരേ പോലെയാണ് ക്ലാസ് എടുക്കണേ. വലിയവരുണ്ട് വെച്ചിട്ട് അങ്ങനെ ആക്കണമെന്നില്ല. താങ്ക് യു. ഫഹീമ. ഞാൻ നെടുങ്കോട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ മുതലുള്ള ഒരാളാണ്. നല്ല അടിപൊളി ക്ലാസ്സാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇതിന് വരാൻ തീരുമാനിച്ചത് ഞാൻ ഈ വാട്സപ്പിൽ വീഡിയോസും ഇതൊക്കെ സാറിങ്ങനെ ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്ത് വിട്ടപ്പോഴാണ്. ഞാൻ ആദ്യം യൂട്യൂബ് ക്ലാസ് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിനും ആവശ്യമാണ്, എന്തിന് നോക്കിയാലും ഇംഗ്ലീഷ് വേണം എന്നുള്ളത് റിയലൈസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പഠിക്കുക, നോക്കി നോക്കുക, എല്ലാവർക്കും കഴിയുകയാണെങ്കിൽ ഇക്കും വയ്ക്കും എന്നുള്ളൊരു ഇതിലാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് യൂട്യൂബ് ക്ലാസ്സൊക്കെ നോക്കി പഠിക്കുക എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ യൂട്യൂബ് ക്ലാസ്സൊക്കെ നോക്കുകയാണെങ്കിലും എന്താ ഒരു പഠിയണ ലക്ഷണമൊന്നും തോന്നിയില്ല. അങ്ങനെയാണ് ഒരു മെസ്സേജിലൂടെ ഈ ക്ലാസ് കടന്നു വരുന്നത്. അങ്ങനെ പിന്നെ പോണോ പോണ്ടേന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞു നല്ല ക്ലാസ്സേക്കാരം, സാറിങ്ങനെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ പ്രസംഗ പരിശീലനമൊക്കെ എടുക്കുന്നതാണ്, അപ്പോൾ നല്ല ഇതേക്കാരം ഒന്ന് പോയോക്ക് 2-3 ദിവസമൊക്കെ പോയോക്കിയാൽ മതി, എന്നിട്ട് എനിക്ക് പറ്റിയാൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു വന്നതാണ്. പിന്നെ ഞാൻ സാറിന് മെസ്സേജ് അയച്ചു ഇങ്ങനെ ചേരാൻ താല്പര്യമുണ്ടെന്ന്. അങ്ങനെ സാറ് ഒന്ന് ഒരു ഇൻ്റർവ്യൂ മാതിരി വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടെയൊക്കെ കണ്ടപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ഒരു അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ താത്താനും വിളിച്ചു എൻ്റെ പിന്നാലെ ഒരു സപ്പോർട്ടീവിനായിട്ട് വരാൻ. അങ്ങനെ ക്ലാസ്സിന് വന്ന് തുടങ്ങിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇവിടുത്തെ കുട്ടികളാണെങ്കിലും ഒക്കെ ആണെങ്കിലും നല്ല ആക്റ്റീവാണ് എല്ലാവരും. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവായിട്ടും ഒക്കേനും സാറും അങ്ങനെ തന്നെയാണ്. ഒക്കെ എല്ലാവരെയും ഇതാണ് ഒരു ഫ്രണ്ട് മാതിരിയാണ് എല്ലാവരും സാറും കാണുന്നത്. ഇവിടുത്തെ എല്ലാവരും അങ്ങനെ ഇങ്ങനെയും പല ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യൊന്നുമില്ല. എല്ലാവരും ഒരു സെയിം മെൻറ്റാലിറ്റിയാണ് തോന്നുന്നത്. പിന്നെ അത്ര തന്നെ ഉള്ളൂ. താങ്ക് യു. ഞാൻ ഈ ഇംഗ്ലീഷ് ക്ലാസ്സിന് ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പഠിയോ എന്നൊക്കെ. കുഴപ്പമില്ല, അപ്പം അത്യാവശ്യം സംസാരിക്കാനൊക്കെ കുഴപ്പമില്ലാതെ വയ്ക്കും. നല്ല ക്ലാസ്സായിരുന്നു. സാറാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ നല്ല മനസ്സിലാവും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ പല കുട്ടികൾക്ക് എന്താണ് പാടാൻ തോന്നിയ സാറ് പാടാൻ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു സാറ്. ഇതൊക്കെ തന്നെ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.